കോട്ടയം നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് കേസിൽ പ്രതികളായ 5 പേരുടെയും തുടർ പഠനം തടയും. നഴ്സിംഗ് കൌൺസിലിന്റേതാണ് തീരുമാനം. ജീവ, വിവേക്, റിജിൽജിത്ത്, സാമുവൽ, രാഹുൽ രാജ് എന്നിവർക്കെതിരെയാണ് നഴ്സിംഗ് കൌൺസിലിന്റെ കടുത്ത നടപടി. കേസിൽ മറ്റ് ഇരകളെ സാക്ഷികളാക്കാനാണ് തീരുമാനം. റാഗിങ്ങിനെതിരെ ഇന്നും പ്രതിഷേധം തുടരുകയാണ്. AIYF, ASF സംഘടനകൾ സംയുക്തമായി മാർച്ച് നടത്തി. BJP കോട്ടയം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയും കോളേജിലേക്ക് പ്രതിഷേധം സംഘടിപ്പിച്ചു. ശ്രീജിത്ത് ചേരുന്നു കോട്ടയത്ത് നിന്ന് വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ നഴ്സിംഗ് കോളേജിലെ റാഗിങ്ങിനെതിരെ ഉയരുന്നുണ്ട്. വിവിധ സംഘടനകൾ, വിദ്യാർത്ഥി യുവജന സംഘടനകളടക്കം പ്രതിഷേധവുമായി അവിടേക്ക് എത്തുന്നു. അതിനിടെ പോലീസിന്റെ അന്വേഷണം എങ്ങനെയാണ് ഈ കേസിൽ പുരോഗമിക്കുന്നത്? അതായത് കേസിൽ എത്ര ഇരകളുണ്ട്? പ്രതികൾ 5 പേർ മാത്രമാണെന്ന് പറയുന്നു. കൂടുതൽ ഇരകളുണ്ടോ? മറ്റ് ഇരകളെ, അതായത് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ട കുട്ടിക്കാണ്, വിദ്യാർത്ഥിക്കാണ് ക്രൂരമായ പീഡനം ഏൽക്കേണ്ടി വന്നത്. മറ്റ് ഇരകളെ സാക്ഷികളാക്കാനുള്ള തീരുമാനം, അത്തരമൊരു തീരുമാനത്തിലേക്ക് എന്തുകൊണ്ടാണ് പോലീസ് നീങ്ങുന്നത്? പ്രത്യേകിച്ച് ഒരേ വകുപ്പുകളാണ് ഇവർക്കെതിരെ ഈ കുട്ടികളുടെ മൊഴി പ്രകാരം, മറ്റിരകളുടെ മൊഴി പ്രകാരം വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേസിൽ ഒരേ FIR മതിയാകും. ഇതിന് സമാനമായ ഇരകളായവരെ സാക്ഷിപ്പട്ടികയിൽ ഉൾപ്പെടുത്തി മുന്നോട്ട് പോകാമെന്നതാണ് പോലീസിന് നിയമപരമായി ലഭിച്ചിരിക്കുന്ന ഉപദേശം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു FIR മതി എന്നും ഈ ബാക്കി 5 പേരെ സാക്ഷികളാക്കാം എന്നും തീരുമാനിച്ചിരിക്കുക. തീർച്ചയായും സാക്ഷികൾ ഈ ഒരു കൃത്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് കുറ്റകൃത്യത്തിൽ നേരിട്ട് കണ്ട ദൃക്സാക്ഷികൾ എന്ന നിലയിൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ നിലയിൽ കേവലം ഒരാളുടെ മാത്രം അനുഭവമല്ല, കൂടുതൽ ആളുകൾക്ക് സമാനമായ അനുഭവമുണ്ട് എന്ന് ഒരു കേസിൽ, ഒരു കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാണിക്കുമ്പോൾ ആ കേസിന് പ്രാധാന്യം കൂടുകയാണ് എന്ന് പോലീസ് വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതിനകം തന്നെ തെളിവുകൾ നിരവധിയുണ്ട്. നേരത്തെയൊക്കെ ആദ്യമൊക്കെ പുറത്തു വന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഇരകളുടെ മൊബൈൽ ഫോണിൽ തന്നെയാണ് ഇവർ ചിത്രീകരിച്ചത്. കാരണം ഏതെങ്കിലും ഘട്ടത്തിൽ ഇത് പുറത്തു പോയാൽ അത് ഇരയുടെ മൊബൈലിൽ ചിത്രീകരിച്ചതാണ് എന്ന് വരുത്തി തീർക്കാൻ ഇരയുടെ മൊബൈലിൽ തന്നെയാണ് ഈ പീഡന ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നത്. അതിനുശേഷം ചില മൊബൈലുകളിലേക്ക് ഇത് അയക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഈ 5 പ്രതികൾ എന്ന നിഗമനത്തിൽ തന്നെ പോലീസ് എത്തുകയാണ്. സാങ്കേതികമായി പോലീസിന്റെ അന്വേഷണം തുടരുന്നു. പക്ഷെ പ്രതികൾ ഇവർ തന്നെ ആയിരിക്കും, ഇരകൾ ആയവരും ഇവർ തന്നെ ആയിരിക്കും. അതിനപ്പുറത്തേക്ക് കാര്യമായൊരു പുതിയ വഴിത്തിരിവിലേക്ക് അന്വേഷണം പോകാനുള്ള സാധ്യത നിലവിലില്ല. പോലീസിനെ സംബന്ധിച്ച് മൊഴിയെടുപ്പുകൾ തുടരുന്നു. സാങ്കേതികമായ അന്വേഷണ ക്രമങ്ങൾ മാത്രം ഇനി ബാക്കിയാണ്. ടോം, തീർച്ചയായും ഇതോടൊപ്പം ഇന്ന് നഴ്സിംഗ് കൗൺസിലിൻ്റെ ഒരു തീരുമാനം വന്നിരുന്നല്ലോ. ഈ പ്രതികളായിട്ടുള്ള 5 പേരുടെയും തുടർ പഠനം റദ്ദാക്കാനുള്ള നീക്കത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അതായത് ഇന്നലെ തന്നെ ആരോഗ്യമന്ത്രി ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിച്ചതാണ്. മാത്രമല്ല പ്രിൻസിപ്പലിൻ്റെ ചാർജുള്ള അധ്യാപികയ്ക്കെതിരെ നടപടി സ്വീകരിക്കുന്നു. അതോടൊപ്പം ഈ വിദ്യാർത്ഥികൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് വ്യക്തമാക്കിയിരുന്നു. ഇതിൽ വീഴ്ച വരുത്തിയ കോളേജിലെ അധ്യാപകർക്കെതിരെ ഉൾപ്പെടെ നടപടി ഉണ്ടാകുമോ ശ്രീജിത്ത്? തീർച്ചയായും അവർക്കെതിരെയാണ് വകുപ്പ് തല നടപടി വന്നിരിക്കുന്നത്. അവർക്ക് ഈ ക്രൈമിൽ നേരിട്ട് പങ്കുണ്ട് എന്ന വിവരം പോലീസിനെ സംബന്ധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു FIRൽ അവരെ പ്രതി ചേർക്കാനുള്ളതോ അത്തരത്തിൽ ക്രിമിനൽ നടപടിക്രമകാരമുള്ള നടപടികൾ ഉണ്ടാകില്ല. അതേസമയം തന്നെ വകുപ്പ് തല നടപടിയിലേക്ക് വന്നിരിക്കുന്നു. കോളേജ് പ്രിൻസിപ്പലെ സസ്പെൻഡ് ചെയ്യുക എന്നത് കേവലം പ്രിൻസിപ്പള് സസ്പെൻഡ് ചെയ്യുന്നു എന്നുള്ള അപ്പുറത്തേക്ക് ഇത്തരം കോളേജുകളുടെ വാർഡന്റെ ചുമതല പ്രിൻസിപ്പലിനാണുള്ളത്. അങ്ങനെ കോളേജ് വാർഡനെയാണ് ഫലത്തിൽ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അസിസ്റ്റന്റ് പ്രൊഫസറും അസിസ്റ്റന്റ് വാർഡൻ എന്ന ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥനെയും അധ്യാപകനെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ മൂന്നാമത് ഈ ഇതിന്റെ ഒരു സുരക്ഷാ ചുമതലയുള്ള ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം താൽക്കാലിക ജീവനക്കാരനാണ്. അദ്ദേഹത്തെയും ഇവിടെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് മേൽനോട്ടത്തിലടക്കം വലിയ വീഴ്ച വന്നിട്ടുണ്ട്. എല്ലാ സംവിധാനവും ഉണ്ട് എന്ന് പറയുമ്പോൾ അതിലെല്ലാം വീഴ്ച വന്നിരിക്കുന്നു എന്നുള്ളതാണ് പോലീസിന്റെ ഒരു വിലയിരുത്തൽ ഉള്ളത്. ക്ഷമിക്കണം, ഈ അന്വേഷണ സംഘത്തിന്റെ മെഡിക്കൽ ഈ
നഴ്സിംഗ് കൗൺസിൽ നിയോഗിച്ച അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തലും റിപ്പോർട്ടും അത് തന്നെയാണ്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ആദ്യം ഇന്നലെ ഈ അധ്യാപകർക്കെതിരെ, ഫലത്തിൽ പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ളവർക്കെതിരെ നടപടി, ഒരാളെ പിരിച്ചുവിടുന്ന നിലയിലേക്കും കാര്യങ്ങൾ എത്തിയത്. ഈ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവരെ ഡിവാർ ചെയ്യുക, അതായത് അവരുടെ പഠനം തടസ്സപ്പെടുത്തുക എന്ന നടപടിയിലേക്കാണ് ഇപ്പോൾ. അതായത് അത് വകുപ്പ് തല DMEക്ക് കീഴിലാണ് ഇതുള്ളത്. അത്തരത്തിലുള്ള വകുപ്പ് തല നടപടി എന്ന നിലയിലാണ് അത് വരുന്നത്. അതായത് ഒരു വശത്ത് ക്രിമിനൽ നടപടി പ്രകാരമുള്ള നടപടികൾ ഒരു വശത്ത് വരുന്നു, മറുവശത്ത് വകുപ്പ് തല നടപടികളും വരുന്നു. ഈ വിദ്യാർത്ഥികൾക്ക് പഠനം തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിൽ തീർച്ചയായും ഇതിലൊരു സർക്കാർ അടക്കം നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. മന്ത്രി വീണ ജോർജ് ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തതാണ്. കേവലം ഒരു സസ്പെൻഷനിലൊന്നും നടപടി ഒതുങ്ങുന്നതല്ല. ഈ പ്രത്യേകിച്ച് ഈ അധ്യാപകരെ, പ്രിൻസിപ്പലിനെ അടക്കം സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. പക്ഷെ അതിലേക്ക് ഒതുങ്ങില്ല. അതിനപ്പുറത്തേക്ക് ഒരുപക്ഷെ കൂടുതൽ അച്ചടക്ക നടപടികൾക്കുള്ള സാധ്യതയും നമുക്ക് പ്രതീക്ഷിക്കേണ്ടി വരുന്നു, ആരോഗ്യമന്ത്രിയുടെ വാക്കുകൾ വിശ്വസിച്ചാൽ. വ്യക്തമാണ്. ശ്രീജിത്താണ് കോട്ടയത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ ഇതൊരു കൃത്യമായ സൂചനയാണ്. ഇതുപോലെ റാഗിംഗ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഭാവി ജീവിതം പോലും, അവരുടെ തുടർ വിദ്യാഭ്യാസം പോലും തകരും. അതിനെതിരെ പോലും ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന സൂചനയാണ് സർക്കാരും നൽകുന്നത്.